നസ്കം കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാനായിരുന്ന CJ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ മരണം സംഭവിച്ച ഒരാഴ്ച കഴിഞ്ഞിട്ടും തുടരുകയാണ്. പതിവിൽ നിന്ന് വ്യത്യസ്തമായി മനോരമ പോലുള്ള കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനപത്രം ഇക്കാര്യത്തിൽ ഇപ്പോഴും ശുഷ്കാന്തിയോടെയുള്ള റിപ്പോർട്ടിംഗ് തുടരുന്നു എന്നത് ശ്രദ്ധേയമാണ്. ഇത്തരം സ്ഥാപനങ്ങളുടെയൊക്കെ പരസ്യം കൃത്യമായി കിട്ടുകയും അവരൊക്കെ പറയുന്നത് അതേപടി സമൂഹത്തിന് മുൻപിൽ അവതരിപ്പിച്ച് അവർക്കൊക്കെ ഹീറോ പരിവേഷം കൊടുക്കുകയും ചെയ്യുന്ന മാധ്യമങ്ങളിൽ മുൻപിൽ നിൽക്കുന്ന മനോരമ സാധാരണ ഇവരൊക്കെ ദുരന്തത്തിൽ ചെന്നുപെട്ടാലും കൈയൊഴിയുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, ഏറ്റവും മികച്ച ഉദാഹരണം അൽ മുക്താദിർ ആണ്. അൽ മുക്താദിർ എന്ന ഒരു പേരിൽ അള്ളാഹുവിൻ്റെ നാമം ഉപയോഗിച്ചുകൊണ്ട് ഒരുത്തൻ ഒരു വലിയ തട്ടിപ്പ് നടത്തുന്നു. അത് കേൾക്കുമ്പോൾ തന്നെ തട്ടിപ്പാണെന്നറിയാം. പക്ഷേ കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും ഒന്നാം പേജിൽ പരസ്യവും പ്രൊമോഷനും കൊടുക്കുന്നു. അവൻ നാട്ടുകാരെ പറ്റിച്ച് മുങ്ങിയിട്ട് ഇന്നേ വരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായതായി ഇവരാരും പറയുന്നില്ല. എന്നാൽ CJ റോയി മരിക്കുകയും ആ മരണം പൊതുസമൂഹത്തിൽ ഏറെ ചർച്ചയാവുകയും ചെയ്തതോടെ അത് വിട്ടുകളയാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് മാധ്യമങ്ങൾ പിന്നാലെയുണ്ട്. പക്ഷേ അവർ ഉദ്ദേശിച്ച രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നില്ല. ആദായ നികുതി വകുപ്പിൻ്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് മരണം എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള നീക്കം പൊളിഞ്ഞുപോയി. ആദായ നികുതി വകുപ്പ് അറസ്റ്റ് ചെയ്തിരുന്നില്ല. ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അത് അവരുടെ അവകാശമാണ്. മാത്രമല്ല, മുൻകൂട്ടി മരണം പദ്ധതിയിട്ടിരുന്നു എന്ന് തെളിയിക്കുന്ന രേഖകൾ, ഡയറിക്കുറിപ്പുകൾ ഒക്കെ പുറത്തു വന്നിരിക്കുന്നു. കോൺഗ്രസ് സർക്കാർ ഭരിക്കുന്ന കർണാടകയിലാണ് അന്വേഷണം നടക്കുന്നത്. കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്ന തരത്തിലാണ് മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അവർ പറയുന്നതനുസരിച്ച് അന്വേഷണം കൂടുതൽ ഗുരുതരമായ കുഴപ്പങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവർ റിപ്പോർട്ട് ചെയ്തിരുന്നത് പോലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെയും ആദായ നികുതി വകുപ്പിൻ്റെയും അന്വേഷണം മുറുകിയിരുന്നു. പ്രത്യേകിച്ച് നിക്ഷേപകരെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ. എവിടെ നിന്നാണ്, ആരാണ് ഈ കമ്പനിയുടെ നിക്ഷേപകർ എന്ന ചോദ്യമാണ് അവർ ഉയർത്തുന്നത്. സീറോ ഡെറ്റ് ബിസിനസ് മോഡൽ എന്ന തരത്തിലാണ് റോയി ഇത് പ്രചരിപ്പിച്ചിരുന്നത്. എന്നാൽ സീറോ ഡെറ്റ് എങ്ങനെ സാധിക്കും? അപ്പോൾ നിക്ഷേപകരില്ലേ? ആരാണ് നിക്ഷേപകർ? ഒന്നുകിൽ ബാങ്കിൽ നിന്നും ലോൺ എടുക്കണം, അല്ലെങ്കിൽ ഈ 9,000 കോടി രൂപ ആസ്തിയുള്ളയാളാവണം. എന്നാൽ റോയിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇത് രണ്ടും യോജിക്കുന്നതല്ല. സാമാന്യം തരക്കേടില്ലാത്ത കുടുംബത്തിൽ നിന്ന് വന്നതാണെങ്കിലും വലിയൊരു ബിസിനസ് പാരമ്പര്യം ഉണ്ടായിരുന്നില്ല. വെറുതെ ഒരു ബിസിനസ് തുടങ്ങാനുള്ള മൂലധനവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് റോയി തൻ്റെ ഉന്നത പഠനത്തിന് ശേഷം മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി ചെയ്തത്. TVSലും HP-യിലുമൊക്കെ മാനേജർ പദവിയിൽ ജോലി ചെയ്തിരുന്നു റോയി. അതിനുശേഷമാണ് ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ മാനേജരായി ജോലിക്ക് കയറുന്നത്. മിടുമിടുക്കനായിരുന്നതുകൊണ്ട് ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ പങ്കാളിത്തത്തിലേക്ക് കൂടി റോയിയുടെ സംഭാവന വളർന്നു. പിന്നീട് 2005-ലാണ് റോയി സ്വന്തമായി കോൺഫിഡന്റ് ഗ്രൂപ്പ് ആരംഭിക്കുന്നത്. ഈ ഗ്രൂപ്പ് ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട പല വാർത്തകളും പുറത്തു കേൾക്കുന്നുണ്ടെങ്കിലും ഇതുവരെ ആരും സ്ഥിരീകരിച്ചിട്ടില്ല. നമ്പൂതിരി എന്ന ഒരാളും അയാളുടെ ഭാര്യ ലതയും ചേർന്ന് നടത്തിയ പ്രസ്ഥാനത്തിന് ജീവനക്കാരനായി ചേർന്ന് അത് പൂട്ടിച്ചു എന്നൊക്കെയുള്ള പ്രചരണങ്ങളുടെ അടിത്തറ എന്താണെന്ന് ആർക്കും വ്യക്തമല്ല. പക്ഷേ റോയിക്ക് ഒടുവിൽ ഈ ബിസിനസ്സിൽ പങ്കാളിത്തം ഉണ്ടായിരുന്നെന്നും പിരിയുമ്പോൾ മാന്യമായ വിഭജനം നടത്തിയെന്നുമൊക്കെയുള്ളത് ശരിയാണ്. പിന്നീട് ക്രിസ്റ്റൽ ഗ്രൂപ്പ് പ്രതിസന്ധിയിലായതിൻ്റെ കാരണം റോയിയാണ് എന്ന് ക്രിസ്റ്റൽ ഉടമകൾ ഇതുവരെ ആരോട് പറഞ്ഞിട്ടില്ല. പക്ഷെ അത്തരം കഥകളൊക്കെ ഉണ്ട്. അവിടെ നിന്നാണ് റോയി 2005 കോൺഫിഡന്റ് ഗ്രൂപ്പ് തുടങ്ങുന്നത്. അങ്ങനെ വരുമ്പോഴും ചോദ്യം ബാക്കിയാകുന്നു, സീറോ ഡെപ്റ്റിൽ ഇത്രയും വലിയൊരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ റോയിക്ക് എവിടെയാണ് വരുമാനം? ഒന്നെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണം, അല്ലെങ്കിൽ ഈ സംരംഭം തുടങ്ങാനുള്ള പണം ഉണ്ടാവണം. റോയി തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ 8 മുതൽ 10% വരെ മാത്രമേ ലാഭമുള്ളൂ എന്ന്. ഇപ്പോൾ ഓൺലൈനായി ഒരുപാട് ബിസിനസ്സുകളുണ്ട്. സീറോ ക്യാപിറ്റൽ ബിസിനസ്സുകളാണ്. അതിനധികം നിക്ഷേപത്തിൻ്റെ ആവശ്യമില്ല. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, ഒരു മിടുക്കൻ വിചാരിച്ചാൽ അസാധാരണമായ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാം. ആ സോഫ്റ്റ്വെയറിനെ ലോകം നേരിടുന്ന ഒരു പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുമെങ്കിൽ, അല്ലെങ്കിൽ ഒരു രാജ്യം നേരിടുന്ന, ഒരു സംസ്ഥാനം നേരിടുന്ന ഒരു പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുമെങ്കിൽ, അല്ലെങ്കിൽ ആ ജോലി എളുപ്പമാക്കുമെങ്കിൽ, ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അയാളായതുകൊണ്ട് വലിയ ചിലവൊന്നും ഉണ്ടാവില്ല. പക്ഷെ ലക്ഷങ്ങൾ കിട്ടിയെന്ന് വരാം. അത് സോഫ്റ്റ്വെയറിലാണ്. എന്നാൽ ഒരിക്കലും റിയൽ എസ്റ്റേറ്റ് പോലുള്ള ബിസിനസ്സിൽ ക്യാപിറ്റൽ ഇല്ലാതെ, മൂലധനമില്ലാതെ ആർക്കും മുമ്പോട്ട് പോകാൻ കഴിയില്ല. എങ്ങനെയാണ് സീറോ ബജറ്റിൽ ഇത്രയും വലിയൊരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തത് എന്ന ചോദ്യം അത് തന്നെയാണ് നിർണായകമായി മാറുന്നത്. മാത്രമല്ല, റോയിയുടെ ആഡംബര ജീവിതത്തിൻ്റെ അങ്ങേ തലയ്ക്കലാണ്. അതായത് സ്വത്തുള്ളവർക്ക് ആഡംബര ജീവിതം നയിക്കാം, അത് നയിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് തൻ്റെ ആഡംബര ജീവിതം ഒരു പ്രദർശന വസ്തുവാക്കാൻ റോയി ആഗ്രഹിച്ചിരുന്നു. റോയിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളുടെ പോയാൽ പലപ്പോഴും നമ്മൾ ചിരിച്ചു പോകും. അദ്ദേഹം റീൽസിന് വേണ്ടി കുടുംബത്തെ നിർത്തി പോസ്റ്റ് ചെയ്യുന്ന ചിത്രങ്ങളൊക്കെ ഉണ്ട്.
കൈ ഇങ്ങനെ പിടിക്കുന്ന ചിത്രങ്ങളൊക്കെ ഉണ്ട്. ഭാര്യയും കൂട്ടി കാറിലേക്ക് ഓടിക്കയറുന്ന ചിത്രങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം ഒരു പ്രാഞ്ചിയേട്ടൻ സ്വഭാവമുള്ളതായിരുന്നു. തൻ്റെ ആഡംബര ജീവിതം ലോകത്തെ കാണിക്കാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു. അത്തരം ഒരുപാട് ആഡംബരങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം സിനിമാ മേഖലയിൽ ആദരിക്കപ്പെടുന്ന നിർമ്മാതാവാണ്. പക്ഷേ ഏതെങ്കിലും ഒരു സിനിമയിൽ അദ്ദേഹം പണമുണ്ടാക്കിയതായി അറിയില്ല. കോടികൾ മുടക്കിയാണ് മോഹൻലാലിൻ്റെ കാസിനോവ ഇറക്കിയത്. 8 നിലയിൽ പൊട്ടിപ്പോയി. അത്തരത്തിൽ അദ്ദേഹത്തിന് ബിസിനസ് സെറ്റ് ബാക്കിൻ്റെ ചരിത്രമുണ്ട്. അപ്പോഴും എങ്ങനെയാണ് ഡെപ്റ്റ് ഫ്രീ ബിസിനസ് എന്ന് പറയുന്നത് എന്ന് വ്യക്തമല്ല. ഇതേക്കുറിച്ചൊക്കെയുള്ള അന്വേഷണം നടക്കുന്നു എന്നാണ് മനോരമ ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രത്യേക അന്വേഷണ സംഘം ഈ കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി കൊച്ചിയിലേക്ക് എത്തുന്നു. കൊച്ചിയിലെ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഇടപാടുകൾ പരിശോധിക്കും എന്ന് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു. കോൺഗ്രസ് സർക്കാരിന്റെ കീഴിലുള്ള കർണാടക പോലീസ് ഇതുവരെ ആദായ നികുതി വകുപ്പിന്റെ സമ്മർദ്ദത്തെക്കുറിച്ച് ഒരക്ഷരം പോലും പറഞ്ഞിട്ടില്ല. കർണാടക ആഭ്യന്തരമന്ത്രി പരമേശ്വര പറഞ്ഞത് അതിനെക്കുറിച്ചൊരു തെളിവും ലഭിച്ചിട്ടില്ല, ഇനിയും ചോദ്യം ചെയ്യണം, എല്ലാ വശങ്ങളും അന്വേഷിക്കുന്നുണ്ടെന്നാണ്. ഇതിനിടയിൽ ചില റിപ്പോർട്ടുകൾ പറയുന്നത് കുടുംബത്തിലും ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അദ്ദേഹം അതിൻ്റെ പേരിൽ വിഷാദനായിരുന്നു എന്നാണ്. കഴിഞ്ഞ 6 മാസമായി അദ്ദേഹം ചികിത്സ തേടിയിരുന്നു എന്ന് കർണാടക പോലീസിനെ ഉദ്ധരിച്ചുകൊണ്ട് മനോരമയും റിപ്പോർട്ടർ ചാനലും മാതൃഭൂമി ചാനലും അടക്കം നിരവധി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവരൊക്കെ പറയുന്നത് കഴിഞ്ഞ 6 മാസത്തിൽ അധികമായി റോയി വിഷാദ രോഗത്തിന് അടിമയായിരുന്നു. റോയിക്ക് വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു, സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ആശങ്കയുണ്ടായിരുന്നു. റോയി ബാംഗ്ലൂരിനടുത്തുള്ള ഒരു ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു എന്നാണ് കർണാടക പോലീസിനെ ഉദ്ധരിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചതിലും ഗുരുതരമാണ് സാഹചര്യം. റോയിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ, അത് ദുബായിൽ അന്വേഷണമുണ്ടെന്ന് പറയുന്നു. കേരളത്തിൽ ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണമുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെ തന്നെ അന്വേഷിക്കാൻ തുടങ്ങിയിരുന്നു. സെൻട്രൽ എക്കണോമിക് ഇന്റലിജൻസ് വിങ് കോൺഫിഡന്റ് അടക്കമുള്ള 6 ബിസിനസ് ഗ്രൂപ്പുകളെ കുറിച്ച് പ്രത്യേകം അന്വേഷിക്കുന്നുണ്ടായിരുന്നു. രാഷ്ട്രീയക്കാരുടെ പണമിടപാടുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടോ എന്നുള്ള അന്വേഷണം ഉണ്ടായിരുന്നു എന്നാണ് ഈ അടുത്ത കാലത്ത് വന്ന എല്ലാ മാധ്യമ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ റോയിയുടെ ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകൾ, മാനസികാരോഗ്യത്തിന്റെ അവസ്ഥ, കുടുംബത്തിലെ സാഹചര്യം, ഇതൊക്കെ മരണം സ്വയം ചോദിച്ചതിന്റെ കാരണമായി മാറുന്നു. എന്നാൽ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ കേരള റീജിയന്റെ ഹെഡ്, അതിന് മാനേജിംഗ് ഡയറക്ടറായ ടി.എ. ജോസഫ്, അദ്ദേഹം പറയുന്നത് ഇതൊക്കെ കെട്ടുകഥകളാണ്, അത്തരത്തിലൊന്നുമില്ല, കേരളത്തിന്റെ ബിസിനസ് കൈകാര്യം ചെയ്യുന്നത് താനാണ്. ഞാൻ ഈ ടി.എ. ജോസഫിനെ ഒരിക്കൽ വന്ദേ ഭാരത് ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ടിരുന്നു. എനിക്ക് വളരെ ബഹുമാന്യനായി അദ്ദേഹം അനുഭവപ്പെട്ടു. അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. മാനേജിംഗ് ഡയറക്ടറാണ്, താനാണ് ഈ ബിസിനസ് കേരളത്തിൽ നോക്കുന്നത്, പൂർണ്ണമായും താനാണ്. റോയി ഓവറോൾ സൂപ്പർവിഷനും ബാംഗ്ലൂരിലെ സൂപ്പർവിഷനുമാണ് നടത്തുന്നത് എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു. അത് അദ്ദേഹം ആവർത്തിക്കുന്നു. മാധ്യമങ്ങളോട് പറഞ്ഞു, ചില ആളുകൾ കള്ളക്കഥകൾ ഉണ്ടാക്കുകയാണ്, CBI-യോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ ഒന്നും കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ പിന്നാലെയില്ല, ഒരു കള്ളപ്പണ ഇടപാടും ഇല്ല എന്നാണ് ജോസഫ് പറഞ്ഞത്. എന്നാൽ ജോസഫിന് അങ്ങനെ മാത്രമേ പറയാൻ കഴിയൂ. ഒരിക്കലും സ്വന്തം സ്ഥാപനത്തെക്കുറിച്ച് മോശമായി സംസാരിക്കാൻ കഴിയില്ലല്ലോ. ഒരു കാരണവുമില്ലാതെ മാധ്യമങ്ങൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യും എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. എന്തായാലും സീറോ ഡെറ്റ് ബിസിനസ് എന്ന് റോയി അവകാശപ്പെട്ടത് വ്യാജമായിരുന്നു. അതിൽ ദുരൂഹതയുണ്ട് എന്നത് തീർച്ചയാണ്. ബാങ്കിംഗ് ധനകാര്യ സ്ഥാപനങ്ങളുമായി ഇടപാടുകളില്ലെങ്കിൽ അത് വളരെ വിചിത്രമാണ്. ലോകത്തുള്ള എല്ലാ റിയൽ എസ്റ്റേറ്റ് കമ്പനികൾക്കും ബാങ്കുകളുമായാണ് ധാരണ, ബാങ്കുകളാണ് അവരെ ഫൈനാൻസ് ചെയ്യുന്നത്. അങ്ങനെ ഇല്ലെങ്കിൽ ഇല്ലായിരിക്കാം, നമുക്കത് വെറുതെ നുണ പറയേണ്ട കാര്യമില്ല. ഇല്ലെങ്കിൽ പിന്നെ ആരാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തത്? ഇന്ന് മനോരമയും റിപ്പോർട്ടറും മാതൃഭൂമിയും ഒക്കെ പറയുന്നത് രാഷ്ട്രീയക്കാരുടെ നിക്ഷേപം ഉണ്ടായിരുന്നു, ആ നിക്ഷേപം പിൻവലിക്കേണ്ട സാഹചര്യമുണ്ടായി. കാരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ആദായ നികുതി വകുപ്പും ഒക്കെ അന്വേഷണം ആരംഭിച്ചതോടെ ഈ നിക്ഷേപകർ പതിയെ പതിയെ പിന്മാറി. സുരക്ഷിതമായ ഒരു നിക്ഷേപ കേന്ദ്രം എന്ന നിലയിൽ രാഷ്ട്രീയക്കാർ കൊടുത്തിരുന്ന പണം അവർ തിരിച്ചു ചോദിച്ചു. വലിയ നിക്ഷേപകർ ഉണ്ടായിരുന്നു, ആ നിക്ഷേപകരൊക്കെ പണം ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. ഒരു വശത്ത് അന്വേഷണവും മറുവശത്ത് നിക്ഷേപകർ പണം ചോദിക്കുന്ന സാഹചര്യവും ഒക്കെ ഉണ്ടായപ്പോൾ തൻ്റെ സ്ഥാപനത്തിന് ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ആശങ്ക റോയിയെ മാനസികമായി തകർത്തു. ആ മാനസികാഘാതത്തിന് തുടർച്ചയായി അദ്ദേഹം മരിക്കാൻ തീരുമാനിച്ചു. കുടുംബത്തോട് അനുവാദം വാങ്ങി കുടുംബത്തോട് അദ്ദേഹം താനില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചത്, അതുപോലെ തന്നെ 9 പേജുള്ള ഒരു കുറിപ്പെഴുതി ഇനി ആരെല്ലാം നടത്തണമെന്ന് പറഞ്ഞത്, വളരെ സൂക്ഷ്മതയോടുകൂടി തോക്കുമായി എത്തിയതും അമ്മയോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് മാനേജിംഗ് ഡയറക്ടർ ജോസഫിനെ പുറത്തേക്ക് വിട്ടിട്ട് മരണം ചോദിച്ചു വാങ്ങിയതും വെടിവെച്ച് ശബ്ദം കേൾക്കാതിരിക്കാൻ സൈലൻസർ ഘടിപ്പിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ട്. ഈ സംഭവ സമയത്ത് അന്വേഷണ ഉദ്യോഗസ്ഥരാരും സമീപത്തില്ലായിരുന്നു എന്നത് വ്യക്തമാക്കുന്നത് ആദായ നികുതി വകുപ്പിന്റെ അറസ്റ്റിലോ കസ്റ്റഡിയിലോ ആയിരുന്നില്ല എന്നാണ്. അങ്ങനെയെങ്കിൽ ഒരിക്കലും അവർ ഒറ്റയ്ക്ക് വിടില്ല. മാത്രമല്ല ഇവിടെ എന്നെ ആകർഷിച്ചത് അതൊന്നുമല്ല.
അദ്ദേഹം മരിക്കാൻ തീരുമാനിക്കുന്നു, നേരത്തെ തന്നെ തീരുമാനിക്കുന്നു, അതിന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നു, ലോകത്തോട് വ്യംഗ്യാർത്ഥമായി പറയുന്നു, കുടുംബത്തെ അറിയിക്കുന്നു, കുറിപ്പുകൾ എഴുതുന്നു. അദ്ദേഹം തൻ്റെ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറെ വിളിച്ചു വരുത്തി ബാംഗ്ലൂരിലേക്ക് എത്തുന്നു. ഒപ്പം തൻ്റെ സഹോദരനോട് അടിയന്തരമായി വരണമെന്ന് പറയുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി സഹോദരൻ ടൂറിലായിരുന്നു, തായ്ലൻഡിലോ ഇന്തോനേഷ്യയിലോ മറ്റോ ആയിരുന്നു. അവിടെ നിന്ന് വരാൻ പറയുന്നു. ഇതൊക്കെ കഴിഞ്ഞ് അദ്ദേഹം കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് അമ്മയോട് സംസാരിക്കണം എന്ന് പറഞ്ഞാണ് മാനേജിംഗ് ഡയറക്ടർ പുറത്തു പോകാൻ പറഞ്ഞത്. എന്തെല്ലാം ഇടപാടുകൾ ഉണ്ടായിരുന്നെങ്കിലും, സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന് ഒരു മനുഷ്യത്വം ഉണ്ടായിരുന്നു എന്നതിന് രണ്ടാമത്തെ തെളിവ് ഞാൻ കാണുന്നത് ഇതാണ്. ആദ്യത്തെ തെളിവ് അദ്ദേഹം മരിക്കാൻ തീരുമാനിച്ചു എന്നതാണ്. പലപ്പോഴും ഇത്തരം തൊലിക്കട്ടിയുള്ളവർ, തട്ടിപ്പ് നടത്തുന്ന ആളുകൾ, തൊലിക്കട്ടി ഉണ്ടെങ്കിൽ തട്ടിപ്പ് നടത്താൻ വേണ്ടി മാത്രം തട്ടിപ്പ് നടത്തിയവർ അവർ മരിക്കത്തുന്നില്ല. ഉളുപ്പില്ലാതെ അവർ ഏതറ്റം വരെ പോകും, അവസാന നിമിഷം വരെ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കും. മാധ്യമങ്ങൾക്ക് പണം കൊടുത്താൽ അവർ ഇവരെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. നിവൃത്തിയില്ലെങ്കിൽ നാടുവിടാം. വിജയമല്യയും ലളിത് മോഡിയും ഒക്കെ ചെയ്തതുപോലെ ഇതൊന്നും ചെയ്യാതെ അദ്ദേഹം ഇതൊന്നും അഭിമുഖീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് മരണം തെരഞ്ഞെടുത്തു. ആ നിശ്ചയദാർഢ്യത്തെ അംഗീകരിക്കേണ്ടതുണ്ട്. ഒപ്പം അവസാന നിമിഷം അദ്ദേഹം സംസാരിക്കാൻ ശ്രമിച്ചത് അദ്ദേഹത്തിൻ്റെ അമ്മയോടാണ്. അതാണ് എന്നെ ഹഠാത് ആകർഷിച്ചത്. ഭാര്യയോടോ മക്കളോടോ അല്ല. അവർക്കൊക്കെ ഉള്ളതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, അവർക്കൊക്കെ ചെയ്യാനുള്ളതൊക്കെ ചെയ്യാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ജോസഫിനോട് പറഞ്ഞു, നീ ഒന്ന് കുറച്ച് നേരം പുറകെ പോയി നിൽക്കൂ, ഞാൻ എൻ്റെ അമ്മയോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. അതായത് ഇത് വ്യക്തമാക്കുന്നൊരു സന്ദേശമാണ്. നമുക്ക് എന്തെല്ലാം ബന്ധങ്ങളുണ്ടെങ്കിലും, എന്തെല്ലാം വികാരങ്ങളുണ്ടെങ്കിലും, ഭാര്യയും ഭർത്താവും, അപ്പനും അമ്മയും മക്കളും സഹോദരങ്ങളും, ഇങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ നമുക്കുണ്ട്. ഈ ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും വിശിഷ്ടമായതും ഏറ്റവും സ്വാത്വികമായതും ഏറ്റവും നിർമ്മലവുമായത് മക്കളും അമ്മയും തമ്മിലുള്ള ബന്ധമാണ്. ഒരു വല്ലാത്ത ബന്ധമാണ് ഈ ബന്ധം. ഏത് ക്രിമിനലും ഏത് തട്ടിപ്പുകാരനും ആ ബന്ധം ദിവ്യമാണ്. അവസാന നിമിഷം ജീവിതത്തിൽ നിന്നൊരു മനുഷ്യൻ കടന്നു പോകാൻ തീരുമാനിച്ചാൽ അവൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ശബ്ദം അമ്മയുടേതാണ്. അമ്മയെന്ന് പറയുന്നത് മഹത്തായ ഒരു വികാരമാണ് എന്നതിന് തെളിവാണ്. ഒരു ഭാര്യയുണ്ട്, മക്കളുണ്ട്, അവൻ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ അവൻ്റെ ഹൃദയത്തോട് ചേർന്ന് വെച്ചിരിക്കുന്ന ശബ്ദം അമ്മയുടേതാണ്. അമ്മമാർ എത്ര പ്രായമായി മരിച്ചാലും ആൺമക്കളെ സഹിക്കാത്തത് അതുകൊണ്ടാണ്. ഇവിടെയും നോക്കൂ, മരിക്കാൻ തീരുമാനിക്കുമ്പോൾ അവസാനം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ശബ്ദം അമ്മയുടേതാണ്. അതുകൊണ്ടാണ് പുറത്തേക്ക് പോകൂ, ഞാൻ അമ്മയോട് സംസാരിക്കട്ടെ എന്ന് ജോസഫിനോട് പറഞ്ഞത്. ജോസഫ് 10-20 മിനിറ്റായിട്ടും തിരിച്ചു കയറാത്തത് കൊണ്ടാണ് കയറാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അകത്തൊന്ന് പൂട്ടിയിട്ടിരിക്കുന്നു. ജോസഫ് ഇടിച്ചു കയറുന്നു, ചോരയിൽ കുളിച്ചിരിക്കുന്ന റോയിയെ കണ്ടെത്തുന്നു. അതെ, അമ്മയുടെ മധുരിക്കുന്ന ശബ്ദം കാതിലേക്കും അതുവഴി തലച്ചോറിലേക്കും സ്വീകരിച്ചിട്ട് ആ മനുഷ്യൻ കെട്ടിപ്പൊക്കിയ സാമ്രാജ്യം, ആഡംബര ജീവിതം ഉപേക്ഷിച്ചു കടന്നുപോയി.